ഹായ് ഫ്രണ്ട്സ്, ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് ഒരു കൊത്തു പൊറോട്ടയുടെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ. കാണാൻ നല്ല ഭംഗിയില്ലേ, അതേപോലെ തന്നെ കഴിക്കാനും നല്ല ടേസ്റ്റാണ്. നമുക്ക് റെസിപ്പിയിലേക്ക് പോവാം. മൂന്ന് പൊറോട്ടയാണ് കേട്ടോ ഞാനിവിടെ എടുത്തിരിക്കുന്നത്. ഈ പൊറോട്ട എന്താ ഇങ്ങനെ ഇരിക്കുന്നതെന്ന് ആരും വിചാരിക്കേണ്ട. ഞാനത് ഫ്രിഡ്ജിൽ വെച്ചതിന് ശേഷം എടുത്ത പൊറോട്ടയാണ് വടി പോലെ ഇരിക്കുന്നത്. ഇനി ആ പൊറോട്ടേനെ ഒന്ന് റോൾ ചെയ്തെടുത്തതിന് ശേഷം ചെറുതാക്കി നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഇങ്ങനെ എളുപ്പത്തിൽ കട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഞാൻ പൊറോട്ട ഫ്രിഡ്ജിലേക്ക് എടുത്ത് വെച്ചത്. അതാകുമ്പോൾ അധികം ബലം പ്രയോഗിക്കാതെ തന്നെ നമുക്ക് കട്ട് ചെയ്യാനായിട്ട് സാധിക്കും. അങ്ങനെ നമ്മുടെ 3 പൊറോട്ടേനെയും ചെറിയ കഷ്ണങ്ങളാക്കിയതേ ഇതേപോലെ അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി ഒരു പാൻ അടുപ്പത്തേക്ക് വെക്കുക. അത് ചൂടായി കഴിയുമ്പോഴേക്കും ഒരു 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ അല്ലെങ്കിൽ സൺഫ്ലവർ ഓയിൽ ഉപയോഗിക്കുക. ഇനി ഇതിലേക്ക് 5 അല്ലി വെളുത്തുള്ളി അരിഞ്ഞതും ഒരു ചെറിയ കഷ്ണം ഇഞ്ചി അരിഞ്ഞതും ചേർത്ത് ഒന്ന് വഴറ്റിയെടുക്കാം. അതൊന്ന് വഴറ്റി കൊടുത്തതിന് ശേഷം നമുക്കതിലേക്ക് ഒരു വലിയ സവോള അരിഞ്ഞതും കൂടി ചേർത്ത് കൊടുക്കാം. സവോള ഒന്ന് നന്നായിട്ട് വഴണ്ടി വരുമ്പോഴത്തേക്കും അതിലേക്ക് ഒരു തണ്ട് കറിവേപ്പിലയും കൂടി ചേർത്തിട്ട് വഴറ്റി. ഇനി ഇതിലേക്ക് ചേർക്കുന്നത് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 ടീസ്പൂൺ നിറയെ കാശ്മീരി ചില്ലി മുളക് പൊടിയാണ് കേട്ടോ. ഇനി ഇതിലേക്ക് ചേർക്കാൻ പോകുന്നത് മീറ്റ് മസാലയാണ് കേട്ടോ. മീറ്റ് മസാല അല്ലെങ്കിൽ ചിക്കൻ മസാല ഉപയോഗിക്കാം, ഏതായാലും കുഴപ്പമില്ല. 2 ടേബിൾ സ്പൂണാണ് ഞാനിവിടെ യൂസ് ചെയ്തിരിക്കുന്നത് കേട്ടോ. ഇനി ഈ 3 പൊടികൾ നന്നായിട്ട് എണ്ണയിൽ മൊരിഞ്ഞ് വരുമ്പോഴേക്കും അതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ പൊടിച്ച ഗരം മസാല അത് ചേർത്തിട്ട് നന്നായിട്ട് ഒന്നുകൂടി വഴറ്റിയെടുക്കാം. ഇനി ഒരു മീഡിയം സൈസ് തക്കാളി, നന്നായിട്ട് പഴുത്തതാണെങ്കിൽ നല്ലതായിരിക്കും, ചെറുതായിട്ട് അരിഞ്ഞിട്ട് അതും കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം. ഈ സമയത്ത് നമ്മുടെ മസാലക്ക് ആവശ്യമുള്ള ഉപ്പ് മാത്രം ചേർത്ത് ഒന്ന് ഇളക്കി കൊടുക്കാം. കാരണം നമ്മളിതിൽ ചേർക്കുന്ന പൊറോട്ടക്കാണെങ്കിലും ഇതിൽ ചേർക്കുന്ന ഒരു സ്പെഷ്യൽ ഇൻഗ്രീഡിയൻ്റ് ഉണ്ട്, അതിനാണെങ്കിലും ഉപ്പുണ്ടാവും. ഇനി ഒരു ബൗളിൽ 2 മുട്ട പൊട്ടിച്ച് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കാം. നമ്മളിപ്പോൾ ബീറ്റ് ചെയ്തെടുത്തിരിക്കുന്ന മുട്ട നമുക്ക് ആ കറിയിലേക്ക് ഒന്ന് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് നന്നായിട്ട് മുരിഞ്ഞു വരട്ടെ. മുട്ട ചേർത്ത് വഴറ്റിയത് ഈ പരിവാകുമ്പോഴേക്കുമാണ് നമുക്ക് നമ്മുടെ അരിഞ്ഞു വെച്ചിരിക്കുന്ന പൊറോട്ട ചേർത്ത് കൊടുക്കേണ്ട സമയം. ഇനി എന്താ, ഇനി പ്രത്യേകിച്ചൊന്നുമില്ല, നന്നായിട്ട് ഇളക്കി കൊടുക്കുക. അത് തന്നെ നമ്മുടെ പൊറോട്ടയും മുട്ടയും നന്നായിട്ട് മിക്സ് ആയിട്ട് വരട്ടെ. ഒരു 2-3 മിനിറ്റോളം നമുക്ക് ഇങ്ങനെ മിക്സ് ചെയ്ത് കൊടുക്കേണ്ടി വരും കേട്ടോ. ഇനിയാണ് മോനെ നമ്മുടെ സ്പെഷ്യൽ ഇൻഗ്രീഡിയൻറ്റ് ചേർക്കാൻ പോകുന്നത്. ഇതെന്താണെന്നറിയാമോ? വേറൊന്നുമല്ലെന്നേ, നമ്മൾ പൊറോട്ടയൊക്കെ മേടിക്കുമ്പോഴേക്കേ കടയിൽ നിന്ന് നമുക്ക് ഫ്രീ ആയിട്ടൊരു ഗ്രേവി കിട്ടത്തില്ലേ, അത് തന്നെ സാധനം. ചില കടകളിൽ നിന്നൊന്നും ഫ്രീ ആയിട്ട് കിട്ടത്തില്ല, അതിന് 10-20 രൂപ കൊടുക്കേണ്ടി വരും. ഇങ്ങനെ നമുക്ക് ഗ്രേവി കിട്ടുമ്പോൾ 2 ടൈപ്പ് ഗ്രേവി ഉണ്ടാവും. അതിലൊന്ന് ബീഫും ഒന്ന് ചിക്കൻ്റെ ആയിരിക്കും. ബീഫിൻ്റെ എടുക്കുന്നതാണ് കൂടുതൽ ടേസ്റ്റ്. ഈ ഗ്രേവിയാണ് കേട്ടോ നമ്മുടെ റെസിപ്പിക്ക് ഒരു തട്ടുകട സ്റ്റൈൽ കൊടുക്കുന്നത്. അപ്പോൾ നമ്മുടെ ഗ്രേവിനെ 2-3 തവണകളായിട്ട് വേണം നമുക്ക് ഈ പൊറോട്ടയിലേക്ക് ചേർത്ത് കൊടുക്കാനായിട്ട്. പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഒന്നും കുഴഞ്ഞു പോകരുത്. കുഴഞ്ഞു പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പല തവണകളായിട്ട് ഈ ഗ്രേവി ചേർത്ത് കൊടുക്കുന്നത്. ഈ റെസിപ്പിയിലെ ടാസ്ക് എന്ന് പറയുന്നത് നമ്മുടെ പൊറോട്ടയെ ഒന്ന് തൊടാതെ ആക്കിയെടുക്കുന്നതാണ് കേട്ടോ. അങ്ങനെ ലാസ്റ്റ് ഈ ഒരു പരുവത്തിലാണ് നമ്മുടെ കൊത്തു പൊറോട്ട ആക്കിയെടുക്കേണ്ടത് കേട്ടോ. ഈ ടൈമിൽ മല്ലിയില ചേർത്ത് കൊടുക്കാം. പക്ഷേ എൻ്റെ കയ്യിൽ മല്ലിയില ഇല്ലാത്തത് കാരണം ഞാൻ ചേർത്ത് കൊടുത്തിട്ടില്ല. അപ്പോൾ നമ്മളിതേ തട്ടുകട സ്റ്റൈൽ കൊത്തു പൊറോട്ട ഇവിടെ റെഡി ആയിട്ടിരിക്കുകയാണ്. എല്ലാവരും ഇതൊന്ന് ഉണ്ടാക്കി നോക്കണം കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. താങ്ക്സ് ഫോർ വാച്ചിങ്.